നമസ്കാരം. വയനാട്ടിലെ ഈ ദുരന്ത മുഖത്ത് നിൽക്കുമ്പോഴും ചില കുബുദ്ധികൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കരുതെന്നും പറഞ്ഞ് വളരെ വ്യാപകമായി പ്രചരണം അഴിച്ചുവിടുകയാണ്. നമുക്ക് എന്ത് ഉണ്ടായാലും ആ ദുരന്തത്തെക്കാളും ഏറെ വലിയ ഒരു ദുരന്തമാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന ദുരന്തങ്ങൾ. അവരെയെല്ലാം പകഞ്ഞു മാറ്റിക്കൊണ്ട് കേരളത്തിലെ ജനത ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ എതിർപ്പ് ഉന്നയിക്കുന്നവരെല്ലാവരും കേരള ജനത അവഗണിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേരളത്തിലെ എന്ത് പ്രവർത്തനം നടത്തിയാലും അതിനെയെല്ലാം മുരടിപ്പിക്കുന്ന രീതിയിലുള്ള കുറെ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ വാക്ക് കേട്ട് ഒരു കാരണവശാലും കേരള ജനത പോവില്ല എന്നുള്ള ഉറപ്പുണ്ട്. നമ്മുടെ പ്രേക്ഷകർ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവനവനാൽ കഴിയുന്ന സഹായം, അത് 50 ആകാം, 100 ആകാം, 200 ആകാം, 1000 ആകാം, 10,000 ആകാം, ലക്ഷങ്ങളാവാം, എത്രയും ആകട്ടെ, അത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇടുകയാണെങ്കിൽ അവിടുത്തെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അതൊരു കൈത്താങ്ങായി മാറുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് വളരെ സുതാര്യമായിട്ടുള്ള ഒരു 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 ഫണ്ടാണ്. അത് ഏതൊരു വ്യക്തിക്കും 10 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച് വിവരാവകാശം വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതാണ്. ഇതുവരെയുള്ള ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെല്ലാം വളരെ സുതാര്യമായിട്ട് തന്നെയാണ് പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അകമഴിഞ്ഞ സഹകരണം ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.